തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചെന്ന ആരോപണം. കണ്ണൂർ മട്ടന്നൂർ സ്വദേശിനി സുമിയാണ് മരിച്ചത്. ക്യാൻസറിനുള്ള അത്യാധുനിക ചികിത്സാരീതിയായ ടിൽ തെറാപ്പി പരാജയപ്പെട്ടതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. സംഭവത്തിൽ പ്രതികരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഈ ടിൽ തെറാപ്പി ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചിലവ് വരും. അത് ഈ ചികിത്സ നടപ്പാക്കിയാൽ ഒരു 60% വരെയും ഈ രോഗിക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാം എന്നൊക്കെ ആശുപത്രി അധികൃതർ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. അങ്ങനെ മകളുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി, ജീവിതം തിരിച്ചു കിട്ടാൻ വേണ്ടി വലിയ തുക, ഏകദേശം 10-75 ലക്ഷത്തോളം രൂപ ഈ കുടുംബം ചെലവഴിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ യുവതിയുടെ മരണം സംഭവിക്കുന്നു. എന്താണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത്? ആശുപത്രി അധികൃതർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ? 32 വയസ്സുകാരിയാണ് കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയായിട്ടുള്ള സുമിക്ക് കുടലിലായിരുന്നു ക്യാൻസർ ബാധിച്ചത്. കുറെ നാളുകളായി അതിന്റെ ചികിത്സയുണ്ടായിരുന്നു. കേരളത്തിൽ വിവിധ ആശുപത്രികൾ ചികിത്സ നടത്തിയെങ്കിലും ഭേദപ്പെട്ടില്ല. ഇതിനെ തുടർന്നാണ് അവർ കൂടുതൽ വിദഗ്ധമായി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് തൊടുപുഴയിലെ സ്മിത ഹോസ്പിറ്റലിനെ പറ്റി അറിയുകയും ആ ആശുപത്രിയിൽ ഈ ടിൽ തെറാപ്പി ഉണ്ട്, അത് 60% വരെ ക്യാൻസറിനെ നശിപ്പിക്കും, അല്ലെങ്കിൽ ക്യാൻസറിൽ നിന്ന് രക്ഷ നേടാൻ 60% വരെ സാധ്യതയുണ്ടെന്ന് ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയുകയും ചെയ്തു. പക്ഷേ 1 കോടി രൂപയാണ് ഇതിന്റെ ചികിത്സാ ചിലവ് വരുന്നത്. കുടുംബം 75 ലക്ഷം രൂപയാണ് ആശുപത്രിയിൽ നൽകിയത്. അങ്ങനെ കഴിഞ്ഞ 1 മാസത്തോളമായി സുമി ആശുപത്രിയിൽ തന്നെയായിരുന്നു, സ്മിത ആശുപത്രിയിൽ തന്നെയായിരുന്നു. അവിടെ വെച്ച് ഈ ചികിത്സ നടക്കുന്നതിനിടയിൽ ഇന്നലെ വൈകിട്ടോടുകൂടി സുമിയുടെ ആരോഗ്യനിലയിൽ കൂടുതൽ വഷളാകുകയും അമിതമായി വണ്ണം വയ്ക്കുകയും ചെയ്തു. ഈ തുടങ്ങുന്ന സമയത്ത് കുടുംബം പറയുന്നത് ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് അസുഖബാധിതയായിരുന്നുവെങ്കിൽ പോലും നടക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. സാധാരണ പോലെ കണ്ണൂരിൽ നിന്നും അവർ കാറിലാണ് തൊടുപുഴയിൽ എത്തിയത്. തൊടുപുഴ ആശുപത്രിയിലേക്ക് നടന്നു തന്നെയാണ് കയറിയത്. പിന്നീട് ഈ ചികിത്സയുടെ ഓരോ ഘട്ടം കഴിയുന്തോറും സുമിയുടെ ആരോഗ്യനില വളരെ മോശമായിക്കൊണ്ടിരുന്നു. 60ഓളം കിലോ ഉണ്ടായിരുന്ന സുമി മരിക്കുന്നതിന് തൊട്ട് മുൻപ് 95 കിലോയോളം വെയിറ്റ് വെച്ചു. ഭാരം അമിതമായി വർദ്ധിക്കുകയും ഒക്കെ ചെയ്തു എന്ന് കുടുംബം ആരോപിക്കുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ ICUയിലേക്ക് സുമിയെ പ്രവേശിപ്പിച്ചു. പിന്നീട് ആരും സുമിയെ കാണുകയോ അല്ലെങ്കിൽ സുമിയുമായി സംസാരിക്കാൻ കഴിയുകയോ ഒന്നും തന്നെ കുടുംബത്തിന് സാധിച്ചതുമില്ല. ഇന്നലെ വൈകിട്ടോടുകൂടി സുമിയെ കുറച്ചുകൂടി ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് സ്മിത ആശുപത്രിയിൽ ഡോക്ടർമാരടക്കം പറയുകയും ചെയ്തു. ഇത് കുടുംബത്തിന് വളരെ ഷോക്കായിരുന്നു. കാരണം അത്രയും വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല സുമിക്ക്. ക്യാൻസർ ആണെങ്കിൽ കൂടിയും മറ്റ് നടക്കുന്നതിനോ ഒരു സംസാരിക്കുന്നതിനോ ഒന്നും കുഴപ്പമുണ്ടായിരുന്ന കുട്ടിയല്ല. പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന് ആദ്യം കുടുംബം പോലും വലിയ രീതിയിൽ പരിഭ്രാന്തപ്പെട്ടു. പിന്നീട് ആശുപത്രി അധികൃതർ പറയുന്നത് അത് ചികിത്സ ഫലവത്തായില്ല, കുട്ടിയുടെ നില ഗുരുതരമായി, അതിനെ തുടർന്ന് ഇന്ന് രാവിലെ മരണപ്പെട്ടു എന്നാണ് പിന്നീട് ബന്ധുക്കളോട് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും ആശുപത്രി അധികൃതർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരേക്കും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവർ കുടുംബത്തോട് പറഞ്ഞത് ഞങ്ങൾക്ക് പരമാവധി ചെയ്യേണ്ട ചികിത്സകളെല്ലാം ചെയ്തു, ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാം, ആ രീതിയിലേക്ക് പൊക്കോട്ടെ, കോടതിയാണെങ്കിൽ ആ രീതിയിലേക്ക് പോകാൻ ഡോക്ടർമാരും അല്ലെങ്കിൽ ആശുപത്രി അധികൃതരും തയ്യാറാണെന്നൊരു മറുപടിയാണ് കുടുംബത്തിന് നൽകിയത്. ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടിയാണ് സുമയുടെ മരണ വാർത്ത കുടുംബത്തെ അറിയിച്ചതും കുടുംബം വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ആശുപത്രിക്കെതിരെ ഉന്നയിക്കുന്നത്. രാവിലെ തന്നെ മൃതദേഹം സ്വന്തം വീടായ മട്ടന്നൂരിലേക്ക് തീർച്ചയായും വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ഈ സുമിയെ കൊണ്ടുവരുന്നത് ഈ കുടുംബം. അതിനുശേഷം ഇത്തരമൊരു ദുരന്തം സംഭവിക്കുന്നവർ പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ദുരന്തത്തിൻ്റെ ഞെട്ടലിലാണ് ആ കുടുംബമുള്ളത്. എന്താണ് അവരുടെ തീരുമാനം? നിയമപരമായി മുന്നോട്ട് പോവുകയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടോ?
അതെ, അവരെന്തായാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം 60% രോഗം ഭേദപ്പെടുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇവരിൽ നിന്നും 1 ലക്ഷം രൂപ 1 കോടി രൂപ ആവശ്യപ്പെട്ടത്. പക്ഷേ 75 ലക്ഷം രൂപ മാത്രമേ അവർക്ക് സംഘടിപ്പിച്ച് നൽകാൻ കഴിയുകയുള്ളൂ. ഇത്രയും വലിയ തുക നൽകുന്നതിന് സമയം ചോദിച്ചു എങ്കിൽ പോലും അവർ ചെറിയ സാവകാശം മാത്രമാണ് നൽകിയത്. അതിന്റെ ഘട്ടമായാണ് 75 ലക്ഷം രൂപ നൽകിയത്. ഇത്രയും ഉയർന്ന തുക വാങ്ങിയിട്ടും ഈ രോഗിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകിയില്ല, അല്ലെങ്കിൽ ഈ മരുന്ന് കുത്തിവെച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ ചികിത്സ നടത്തിയതോടെ ഈ തെറാപ്പി നടത്തിയത് കൊണ്ടാണോ രോഗിയുടെ മരണമടക്കം സംഭവിച്ചതെന്ന സംശയമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന ഉറപ്പിൽ തന്നെയാണ് കുടുംബം ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷം തൊടുപുഴയിലെത്തി അവിടെ പോലീസിന് പരാതി നൽകാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ആശുപത്രിയിൽ നിന്നും പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ നിയമപരമായി മുന്നോട്ട് പോകണമെങ്കിൽ പോകുന്നതിൽ തടസ്സമില്ല. ഈ ആശുപത്രി അധികൃതർ പറയുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. എന്തായാലും ക്യാൻസർ ചികിത്സയ്ക്കായി, കുടലിലെ ക്യാൻസർ ചികിത്സയ്ക്കായി ആയിരുന്നു 1 മാസം മുമ്പ് സ്മിത ആശുപത്രിയിൽ സുമിയും കുടുംബവും എത്തിയത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം അഞ്ചാലമ്മൂട് സ്കൂളിൽ അധ്യാപകൻ +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് കേസ്. വാർത്ത പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്.